അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ കൈകാര്യം ചെയ്യുന്നത് സൂറത്ത് നജ്മിലെ 33 മുതൽ 41 വരെയുള്ള ആയത്തുകളാണ്. ഫറഅയ്തല്ലദീ തവല്ലാ വഅഅതാ ഖലീലൻ വഅക്ദാ അഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറാ അം ലം യുനബ്ബഅ ബിമാ ഫീ സുഹുഫി മൂസാ വഇബ്രാഹീമ അല്ലദീ വഫ്ഫാ അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى. ഈ ആയത്തുകളുടെ പൊതുവായിട്ടുള്ള അർത്ഥം ഫറഅയ്തല്ലദീ തവല്ല, പിന്തിരിഞ്ഞു കളഞ്ഞവനെ കണ്ടില്ലേ, വഅതാ ഖലീലൻ വഅക്ദ, അവൻ അല്പം നൽകുകയും പിന്നീട് അവൻ പ്രയാസത്തിലകപ്പെടുകയും ചെയ്തു. ഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറ, അവൻ്റെ അടുത്ത് അദൃശ്യജ്ഞാനം വല്ലതുമുണ്ടോ, ഫഹുവ യറ, എന്നിട്ട് അവൻ അത് കാണുക എന്നതും സംഭവിക്കുന്നുണ്ടോ. അം ലം യുനബ്ബഅ ബിമാ ഫീ സുഹുഫി മൂസ, മൂസയുടെ ഏടുകളിലുള്ളതും ഇബ്രാഹീം അല്ലദീ വഫ, തൻ്റെ അവകാശവാദം അല്ലെങ്കിൽ തൻ്റെ വാഗ്ദാനം അത് പൂർത്തിയാക്കുകയും ചെയ്ത് ഇബ്രാഹീമിൻ്റെ വീടുകളിലുള്ളതും അത് സംബന്ധിച്ചുള്ള വിവരം അവന് ലഭിച്ചിട്ടില്ലേ. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, കുറ്റം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെയും കുറ്റം പേറുകയില്ല. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ എന്താണോ പ്രവർത്തിച്ചിട്ടുള്ളത് അതല്ലാത്ത മറ്റൊന്നും ലഭിക്കുകയുമില്ല. വഅന്ന സഅയഹു സൗഫ യറ, അവൻ്റെ സഅയ്, അവൻ്റെ അധ്വാനം അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനം, കർമ്മം, അത് പിന്നീട് കാണപ്പെടും. സുമ്മ യുജ്സാഹുൽ ജസാഅൽ ഔഫ, പിന്നീട് അവന് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും എന്നുള്ള ഈ വേദങ്ങളിലുള്ള വിവരം അവന് ലഭിച്ചിട്ടില്ല എന്നാണ്. ഇവിടെ ജബ്ബാർ പറയുന്നത് ഫറഅയ്തല്ലദീ തവല്ല, പിന്തിരിഞ്ഞു പോയവനെ കണ്ടില്ലേ. അതായത് വലീദ് ഇബ്നു മുഗീറ ഇസ്ലാമിലേക്ക് വരാൻ ശ്രമിക്കുകയും അങ്ങനെ താൻ മുസ്ലിമാണെന്ന് ഏതാണ്ട് പ്രഖ്യാപിച്ച മട്ടിലാവുകയും ചെയ്തപ്പോൾ അബൂജഹലിനെ പോലുള്ള ആളുകൾ വന്നിട്ട് മുഗീറയെ അതിൽ നിന്ന്, വലീദ് ഇബ്നു മുഗീറയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ശ്രമിച്ചപ്പോൾ വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, എനിക്ക് പരലോകത്തെ ശിക്ഷയെ സംബന്ധിച്ചുള്ള വലിയ ഭയമുണ്ട്, ഉൾക്കിടിലമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദിൻ്റെ പിന്നിൽ ചേരാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആൾ പറഞ്ഞു, വേണ്ട, ഞാൻ താങ്കൾക്ക് കുറച്ച് സമ്പത്തും തരാം, മാത്രമല്ല താങ്കളുടെ പാപഭാരങ്ങൾ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യാം. ഇത് പറഞ്ഞപ്പോൾ വലീദ് അതിൽ നിന്ന് പിന്തിരിയുകയും അങ്ങനെ ഈ സമ്പത്ത് നൽകാമെന്ന് ഏറ്റ ആൾ കുറച്ച് സമ്പത്ത് നൽകി, പിന്നീട് നൽകിയില്ല, ബാക്കിയുള്ളത് നൽകിയില്ല. അവിടെ അയാൾ പിശുക്ക് കാണിച്ചു. അതാണ് ഫറഅയ്തല്ലദീ തവല്ല വഅഅതാ ഖലീലൻ വഅക്ദ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇതിൻ്റെ അവതരണ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം പറയുന്നുണ്ട്. മറ്റൊന്നുള്ളത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്, അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനായിരുന്നു, അദ്ദേഹം നേരത്തെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുമാണ്. അദ്ദേഹത്തിൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ അബ്ദുല്ലാഹി ഇബ്നു സറഹ് എന്ന്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു സറഹ് പിന്നീടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആദ്യത്തിലെ ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അദ്ദേഹം തൻ്റെ സമ്പത്ത്
നന്നായിട്ട് പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ചെലവഴിക്കാറുണ്ട്, പാവങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അബ്ദുല്ലാഹി ഇബ്നു സറഹ് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്തപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹവും ഇതുപോലെ പരലോകത്തെ കാര്യം പറഞ്ഞപ്പോൾ അത് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് അബ്ദുല്ലാഹി ഇബ്നു സറഹ് പറഞ്ഞു എന്ന് അങ്ങനെയും ഒരു ഉദ്ധരണിയുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വലീദ് ഇബ്നു മുഗീറ ഇത് തന്നെ ഇതിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ആളുടെ വാക്ക് കേട്ട് അയാൾ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ പോയില്ല. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു സറഹിൻ്റെ ഈ വാക്ക് കേട്ടിട്ട് തൻ്റെ ദാനധർമ്മത്തിൽ കുറച്ചൊക്കെ കുറവ് വരുത്തി. അപ്പോഴാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയത്ത് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചുപോയി. അതായത് അദ്ദേഹം കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഉദ്യുക്തനായി എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട്. ഇതുപോലെ 2-3 റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ജബ്ബാർ പറയുന്നത് അതൊന്നും അല്ലാതെ ജബ്ബാറാണ്ട് തീരുമാനിക്കുകയാണ്. ഇത് പറഞ്ഞത് കേട്ടാൽ തോന്നുന്നുണ്ടാണ് ഖുർആൻ അവതരിക്കണ കാലത്ത് ജബ്ബാർ ഇവരുടെയൊക്കെ കൂടെ അവിടെ സന്നിഹിതനായിരുന്നു. ഇവരുടെയൊക്കെ സ്വഭാവങ്ങളും ഇവരോട് ഇതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി ഉപദേശിച്ച ആളുകളുടെ ഉപദേശങ്ങളൊക്കെ മൂപ്പര് കേട്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പൂർണ്ണ ബോധ്യത്തോടും പൂർണ്ണ അറിവോടും കൂടിയാണ് താൻ ഇതൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിലാണ്. യഥാർത്ഥത്തിലൊരു മനുഷ്യൻ അയാൾ വിഡ്ഢിത്തം പറയാൻ ഒരുങ്ങിയാൽ എങ്ങനെ ഉണ്ടാവുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജബ്ബാർ. എന്നിട്ട് ഇവിടെ ഖുർആൻ പിന്നെയും ആക്ഷേപം തുടരുകയാണ്, പരിഹാസം തുടരുകയാണെന്നാണ് ജബ്ബാർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യൻ്റെ ഒരു സ്വഭാവം ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു ന്യായീകരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്മേൽ പിടിച്ചു തൂങ്ങിയിട്ട് നന്മയിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുക എന്നുള്ളത് മനുഷ്യപ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അത് ഒരു സംഭവം ആയിട്ട് ബന്ധപ്പെട്ട് അവതരിച്ചതാവും. അങ്ങനെയാണ് ഖുർആനിലെ പലതും. ഏതെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഖുർആനിലെ പല ഭാഗങ്ങളും അവതരിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാ ഭാഗവും അങ്ങനെ ഉള്ളതാണ്. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന അയാളുടെ തെറ്റോ കുറ്റമോ നന്മയോ അതുപോലുള്ള എന്തും അതടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു കാര്യം പറയുന്നതെങ്കിലും അത് അയാളെ കുറ്റപ്പെടുത്തുക, അയാളെ മോശക്കാരനായി ചിത്രീകരിക്കുക എന്നുള്ള എനിക്കല്ല ഖുർആൻ അത് ചെയ്യാറുള്ളത്. ഇത് മനുഷ്യൻ്റെ പൊതുവായിട്ടുള്ള പ്രകൃതിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ഇത് എല്ലാ മനുഷ്യരിലും ഉണ്ടാവാം ഈ 2 ഗുണവും. അതായത് നന്മയുടേതായിട്ടുള്ള വശവും ഉണ്ടാവാം, തിന്മയുടേതായിട്ടുള്ള വശവും ഉണ്ടാവാം ഏത് മനുഷ്യരിലും. അപ്പോൾ ഇതിൽ മനുഷ്യൻ ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്, പൊതുവിൽ മനുഷ്യർ ചെയ്യേണ്ടത്, എന്നാൽ പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് തങ്ങൾ ഏതൊരു വിശ്വാസത്തെ അവലംബിതമാക്കിയിട്ടാണോ മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പരലോക ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട് എന്ന് അവരെ ഓർമ്മപ്പെടുത്താനും അവർ ഉപദേശിക്കാനുമാണ് ഖുർആൻ ഇത് ചെയ്യുന്നത്. പക്ഷേ ജബ്ബാറിനെ പോലുള്ള ഒരു കുബുദ്ധിക്ക് എപ്പോഴും തോന്നാം ഇത് ആളുകളെ അധിക്ഷേപിക്കാൻ വേണ്ടി പരിഹസിക്കാൻ വേണ്ടി ഖുർആൻ പറയുന്നതാണ്. അതിനും വേറെ മരുന്നൊന്നുമില്ല. അതാണല്ലോ കഷണ്ടിക്കും കുശുമ്പിനും അല്ലെങ്കിൽ കഷണ്ടിക്കും അസൂയക്കും മരുന്നില്ല എന്നതുപോലെ ജബ്ബാറിനെ പോലെയുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള കുശുമ്പുകൾക്ക് യഥാർത്ഥത്തിൽ ഇവിടെ മരുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ വസ്തുതകൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കാൻ ഈ സംഗതികൾ ഈ രീതിയിൽ മനസ്സിലാക്കിയാൽ അത് സാധ്യമാണെന്നുള്ളതാണ്. എന്നിട്ട് തുടർന്ന് ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ മറ്റുള്ള ആളുകളുടെ പാപങ്ങൾ ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്നൊക്കെ പറയുന്ന ഈ ആളുകൾക്ക് തങ്ങൾക്ക് പിന്നീട് കണ്ടറിയാൻ അല്ലെങ്കിൽ അനുഭവിച്ചറിയാൻ പാകത്തിൽ അവരുടെ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ വശീകരിക്കാൻ പാകത്തിലൊക്കെ ഇവരുടെ കയ്യിൽ വല്ല ഗൈബിയായിട്ടുള്ള അദൃശ്യകരമായിട്ടുള്ള അതിഭൗതികമായിട്ടുള്ള വല്ല വിവരമുണ്ടോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അങ്ങനെ അതിഭൗതികമായിട്ടുള്ള വല്ല വിവരമുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കിങ്ങനെ ഒക്കെ പറയാമായിരുന്നു. എന്നാലോ ഈ ഒരു സംഗതി
ഖുർആനിൽ മാത്രമല്ല പൂർവ്വവേദങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വേദങ്ങൾ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അവിടം മുതൽക്കാണ് വേദത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ തുടങ്ങുന്നതെങ്കിലും ലോകത്താഗതരായിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹങ്ങളോട് ഉപദേശിച്ചു പോന്നിട്ടുള്ള സംഗതിയാണ് താഴെ പറയാൻ പോണത്. എന്താണ്? ഒരു മനുഷ്യനും അവൻ ചെയ്ത പാപം അവനേൽക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരാളും അവൻ്റെ പാപം ഏറ്റെടുക്കില്ല എന്നുള്ളത് അത് പണ്ടേ പ്രവാചകന്മാരിലൂടെ അള്ളാഹു മനുഷ്യരെ അറിയിച്ചു പോന്നിട്ടുള്ള സംഗതിയാണ്. ആ സംഗതി തന്നെയാണ് ഇവിടെ ഖുർആനിലൂടെയും അറിയിക്കുന്നത്. അപ്പോൾ ഇത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വേദത്തിലുള്ളതാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വേദത്തിലുള്ളതാണ്. അവിടെയൊക്കെയുള്ള സംഗതിയാണ് എന്ത്? അല്ലാ തസിറു വാസിറത്തും വിസറ ഉഖ്റ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്നുള്ളത്. മാത്രവുമല്ല മനുഷ്യനെ ഇവിടെ വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് നന്മയായും തിന്മയായിരുന്നാലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം അവൻ പരലോകത്ത് ഏറ്റുവാങ്ങേണ്ടി വരും. വാന സഅയഹു സൗഫ യുറ എന്ന് പറയുന്നത് അതാ. അവൻ്റെ അവൻ്റെ കർമ്മങ്ങൾ അതവനവിടെ കാണും. സുമ്മ യുജ്സാഹുൽ ജസാഅൽ ലൗഫ, പിന്നെ അതിന് പൂർണ്ണമായിട്ടുള്ള പ്രതിഫലം അവന് നൽകപ്പെടുകയും ചെയ്യും. എന്നാൽ ഭൂമിയിൽ വെച്ചിട്ട് മനുഷ്യന് തൻ്റെ പരലോക ജീവിതത്തെ മുൻകൂട്ടി നിശ്ചയിക്കാനോ അളക്കാനോ സാധ്യമല്ലാന്നും അതേപോലെ തന്നെ ഒരാൾക്ക് മറ്റൊരാളുടെ ജീവിത വിജയപരാജയങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യമല്ല എന്നും മനുഷ്യൻ ആരാണോ പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ കുഫറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് ആ കുഫറുമായിട്ട് അല്ലെങ്കിൽ ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ആ ഈമാനും കുഫറും അതോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇതാണ് പരലോകത്ത് ഒന്നുകിൽ അയാൾക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ അയാൾക്ക് ദ്രോഹമായി മാറാൻ പോണത്. അതല്ലാതെ ഈ ലോകത്ത് വെച്ച് ആർക്കും അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കാൻ സാധ്യമല്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. ഏതൊരു മനുഷ്യനാണ് ഇവിടെ ആത്മാർത്ഥമായിട്ട് ഇത് അംഗീകരിച്ചിട്ടുള്ളതെന്നും ആരാണ് കാപട്യത്തോടു കൂടി അല്ലെങ്കിൽ നിഷേധത്തോടു കൂടി ഇതിനെ അവഗണിക്കുകയോ അല്ലെങ്കിൽ കാപട്യത്തോടു കൂടി അംഗീകരിച്ചു എന്ന് വരുത്തി തീർക്കുകയോ എന്നിട്ട് അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്നതെന്നൊക്കെ അറിയാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതല്ലാത്ത മനുഷ്യന് അത് അറിയാനുള്ള മുൻകൂട്ടി അറിയാനുള്ളൊരു മാർഗ്ഗവും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആരും ആരുടെയും കാര്യം ഏറ്റെടുത്തിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഇതിലൂടെ അള്ളാഹു ഖുർആൻ പിന്നെ വ്യക്തമാക്കുന്നത്. ഈ കാര്യം ഖുർആനിൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് എന്നാണ് അലം യുനബ്ബഅ ബിമാ ഫീ സുഹുഫി മൂസ വ ഇബ്രാഹിം അല്ലദീ വഫാ എന്നതിലൂടെ ഖുർആൻ വ്യക്തമാക്കുന്നത്. ഇത് ആദ്യത്തെ മനുഷ്യൻ തൊട്ട് അല്ലെങ്കിൽ ആദ്യത്തെ പ്രവാചകൻ തൊട്ട് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരിലൂടെയും അവരിൽ ആർക്കൊക്കെ വേദങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടോ ആ വേദങ്ങളിലൂടെയും ഒക്കെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ആ കാര്യം തന്നെയാണ് ഇവിടെയും മനുഷ്യനെ അറിയിക്കുന്നത്. എന്നല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തുക, അയാളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക, അവഹേളിക്കുക, പരിഹസിക്കാനുള്ളത് അല്ല ഖുർആനിൻ്റെ ഉദ്ദേശം എന്നാണ് ഇതിൽ നിന്നൊരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതേ അവസരം ഖുർആനിനെ അവഹേളിക്കാനും അത് ഒന്നിനും കൊള്ളരുതാത്ത സാധനമാണ് എന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം കുബുദ്ധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതേ വരികയുള്ളൂ, തോന്നുകയുള്ളൂ. അവരുടെ നാക്കിൽ നിന്ന് അത്തരമുള്ള വാക്കുകൾ മാത്രമേ പുറത്തു വരുള്ളൂ എന്നതാണ്. അപ്പോൾ ഇത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുന്നൊരു സംഗതിയാണ്. ഇങ്ങനെ അല്ലാതെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തെറ്റുകളെ പറ്റി കുറ്റങ്ങളെ സംബന്ധിച്ച് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവനെ നന്മയിലേക്ക് നയിക്കാനുമുള്ള മാർഗം മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ വേറൊന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതും സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവും. അത് പക്ഷേ ജബ്ബാറിനെ പോലുള്ള ദുഷ്ടബുദ്ധികൾക്ക് മനസ്സിലാവില്ലെങ്കിൽ അത് ഖുർആനിൻ്റെ തെറ്റല്ല, അവരുടെ തെറ്റ് മാത്രമാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.